DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ഉണ്ട്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്തറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കുടുംബത്തിന് ഒരു കണക്ഷൻ എന്ന രീതിയിൽ നിയന്ത്രണങ്ങൾ വരികയാണ്. വീട്ടുപരിസരങ്ങളിൽ പൈപ്പ് ലൈൻ വഴിയുള്ള PNG ഗ്യാസ് കണക്ഷൻ ലഭ്യമാണെങ്കിൽ ഉപഭോക്താക്കൾ നിർബന്ധമായും അതിലേക്ക് മാറണം. നോട്ടീസ് ലഭിച്ചിട്ടും മാറാത്തവർക്കും PNG എടുത്ത ശേഷം LPG സിലിണ്ടർ തിരിച്ചേൽപ്പിക്കാത്തവർക്കുമെതിരെ പിഴ ഈടാക്കുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമായി തുടരും. ഗ്യാസ് സിലിണ്ടർ തടസ്സമില്ലാതെ ലഭിക്കാൻ KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്തവർ എത്രയും വേഗം പൂർത്തിയാക്കണം. ഉജ്ജ്വല യോജന കണക്ഷനുള്ളവർ സബ്സിഡി മുടങ്ങാതിരിക്കാൻ എല്ലാ വർഷവും KYC പുതുക്കണം. മൂന്നാമത്തെ അറിയിപ്പ്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴിയോ അടുത്തുള്ള അംഗനവാടികൾ വഴിയോ അപേക്ഷ നൽകാം. സംരക്ഷിക്കപ്പെടുന്ന വിധവകൾ മറ്റാരുടെയെങ്കിലും ആശ്രയത്തിലായിരിക്കണം. പ്രായപൂർത്തിയായ മക്കളുണ്ടാകാൻ പാടില്ല. മക്കളുണ്ടെങ്കിൽ അവർ ഭിന്നശേഷിയുള്ളവരോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരോ ആയിരിക്കണമെന്നതാണ് പ്രധാന മാനദണ്ഡങ്ങൾ. നാലാമത്തെ അറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാ മാസവും ലഭിക്കുന്ന അതേ സൗജന്യ ഭക്ഷ്യവിഹിതം ലഭിക്കും. നീലക്കാർഡുകാർക്ക് ആളൊന്നിന് 2 കിലോ വീതം ധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിലും 4 പാക്കറ്റ് വരെ ആട്ടയും ലഭിക്കും. വെള്ളക്കാർഡുകാർക്ക് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ബ്രൗൺ കാർഡുകാർക്ക് 2 കിലോ ഭക്ഷ്യധാന്യവും ലഭിക്കും. മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിരുന്ന 2 മാസത്തെ വിഹിതം ഒരുമിച്ച് വാങ്ങുന്ന രീതി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തലാക്കി. ഇനി മുതൽ ഓരോ മാസത്തെയും വിഹിതം അതാത് മാസം തന്നെ വാങ്ങി തീർക്കണം. അഞ്ചാമത്തെ അറിയിപ്പ്, സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി വലിയ ആകാംക്ഷയോടെ ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ടവരും ഇതുവരെ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും ഈ മാസം 30-നകം അത് നൽകണം. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ജൂൺ 30-നകം സമർപ്പിക്കണം. ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി 23-ാം തീയതിയോടെ കടമെടുപ്പുണ്ടാകും. 24, 25 തീയതികളിൽ തുക അനുവദിക്കും. ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും കൈകളിൽ പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 ഗഡു ലഭിക്കുമെന്നാണ് വിവരം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്നൊറ്റയടിക്ക് പവന് 760 രൂപയാണ് കുറഞ്ഞത്. 1,11,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 95 രൂപയാണ് കുറഞ്ഞത്. 13,905 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.